ആരോപിച്ചില്ല. ചോദ്യങ്ങൾ കിടക്കുകയാണ്, ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നേ തീരൂ. കാരണം ഇത് ചോദ്യോത്തര സെഷനാണ്. പിന്നെ ഒരു വിഷയം സമന്വയമാണ്. വിചിന്തനത്തില് അതുപോലെ ചിലപ്പോൾ അൽമനാറില് ഈമാനും ഇഖ്ലാസും തെർബിയത്തും തസ്കിയത്തും മാത്രം എഴുതിയിരുന്ന മേപ്പേരിക്കാരൻ ഏത് ജയിലിലാന്ന് അന്വേഷിച്ച് നോക്കിയാലേ. വിചിന്തനത്തില് സമന്വയത്തിൽ വന്നത് തിരുത്തിയിട്ടുണ്ട്, മനസ്സിലാവും. സമന്വയം തന്നെ അവസാനം നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ എന്തുകൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത്? അയാൾ എവിടെയാണ് ഉള്ളത്? എന്താ എഴുതല്? ആകെ എഴുതല് ഈമാനും തഖ്വയും മാത്രം, താടിയുടെ മഹത്വം മാത്രം പറയുന്ന, മിമ്പറിൽ കയറിയ താടിന്റെ മഹത്വം മാത്രം പറയുന്ന ആ മനുഷ്യൻ ഇപ്പൊ എവിടെ പോയി? എന്താ വിഷയം? സമന്വയം വായിച്ചിട്ട് പ്രശ്നം ഉണ്ടായതാണോ, വേറെ വല്ലവും വായിച്ച് പ്രശ്നമുണ്ടായതാണോ എന്നെനിക്കറിയില്ല. പാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാലം കിട്ടാതെ നടന്ന എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ഏത് നടപ്പിലാക്കിയതാ? ഏതാ വിഷയം? എന്നിട്ട് നമുക്ക് നേരെ ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എടുത്തു വായിച്ചാൽ നിങ്ങൾക്ക് സമാധാനമുള്ളൂ. എന്റെ ചോദ്യങ്ങൾക്ക് അതൊന്നും ഉത്തരമല്ല. ഉത്തരം കൃത്യമായി കിട്ടണം. നിങ്ങൾ കള്ളക്കേസ് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഇവിടുന്ന് ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കണം, നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പിന്നെ ഞാൻ എന്താ കെട്ടുക? ഞാൻ ഇവിടുന്നാണ് ചോദ്യം ചോദിക്കൂലേ? മാത്രമല്ല മൗലവി, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല. ചില ഉത്തരങ്ങൾ ചോദ്യരൂപത്തിലുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞത്. അല്ലാതെ എല്ലാ ഉത്തരവും A to Z അല്ല, ചോദ്യരൂപത്തിലും ഉത്തരമുണ്ടാകും. അതെങ്കിലും പഠിച്ച് ഖുർആൻ ഏതായാലും പഠിക്കണം. ഒക്കെ നിഷേധിക്കല്ലേ, ഒക്കെ തോട്ടുകറിയല്ലേ. ഇനി മാത്രമല്ല സമന്വയത്തിന് മുമ്പ് ഒരു തൊട്ട് വെക്കുന്നുണ്ട്. തൊടണ്ട, തൊട്ടാ കുടുങ്ങും. ഇതെന്താ അറിയോ? ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി മർക്കസ് ദേവ കോഴിക്കോട്. KNM മർക്കസ് ദേവയാണല്ലോ. എന്താ ആശയ സമന്വയം? നിങ്ങളിതാണ് ഇപ്പൊ നിങ്ങൾ നിർത്തേണ്ടി വരും. ഇനി കുറച്ച് കഴിഞ്ഞാൽ വർത്തമാനം നിർത്തേണ്ടി വരും, ഒക്കെ നിർത്തേണ്ടി വരും നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഇതൊന്നും മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് പുതിയ ചിന്തയും അറിവും പകർന്ന് സാമൂഹിക പ്രശ്നങ്ങളിൽ ദിശനാപരമായി ഇടപെടുകയും കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിത്വം പുലർത്തുകയും ചെയ്യുന്ന സമന്വയം പ്രസ്ഥാന പ്രവർത്തകരെ വൈജ്ഞാനിക രംഗത്ത് ഏറെ മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന മാസികയാണ്. എന്താ വൈജ്ഞാനം? ഞാൻ ഇവിടെ വായിക്കണില്ല. അത് ഏത് വിജ്ഞാനം ഞാൻ വായിക്കണില്ല. മറ്റുള്ളവരേക്ക് കടന്നു ചെല്ലാൻ ഒരു പാലമായി സമന്വയത്തെ കണക്കാക്കാം. മനസ്സിലല്ലേ? നല്ല പാലങ്ങളെ. അത് മാത്രമല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉമർ മൗലവി ആവട്ടെ കുഞ്ഞീദ് മദനി ആവട്ടെ അവരാരും തന്നെ നിങ്ങളെപ്പോലെ വളണ്ടിയർ കൂറുണ്ടാക്കുകയും NMK രൂപീകരിക്കുകയും എന്നിട്ട് ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിട്ടില്ല. അത് ന്യായീകരിച്ചാൽ ആര് സലഫി മൻഹജിനെതിരായ വാദം പറഞ്ഞാലും മൻഹജിനെതിരായ വാദമാണെങ്കിൽ അത് ഞങ്ങൾ ആളെ നോക്കേണ്ടതില്ല, നിങ്ങൾ തെളിവ് നോക്കുക എന്ന് പഠിപ്പിച്ച ഉമർ മൗലവി ആണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ ന്യായീകരിക്കുകയില്ല. മാത്രവുമല്ല ഉമർ മൗലവി എഴുതിയത് നിങ്ങൾ എന്തുകൊണ്ട് 2001 തെളിവുദ്ധരിച്ചില്ല? 2001 വിഷയമല്ലേ മൗലവിയുടെ ചർച്ച? നിങ്ങൾ ഈ വ്യവസ്ഥ പോലും വായിക്കാതെയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ സംസം വിട്ടു വിടൂല. ഞങ്ങള് സംസം വിടില്ല. സംസമിന് പുണ്യമുണ്ടോ ഇല്ലേ പറയണം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചോദ്യത്തിന്റെ അവസരം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇനി നമ്മുടെ ചോദ്യം ചോദിച്ച് ഇടങ്ങറാക്കണില്ല. ഇൻഷാ അല്ലാഹ് ആദ്യം ഞങ്ങൾ 10 ചോദ്യം വരാണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സംസമിന്റെ മഹത്വം നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ നിഷേധിച്ചതാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവർക്ക് തംസീലൊക്കെ പോയിട്ടോ? തംസീലില്ല. എന്താ തംസീല്? കമാ വസഫ ബിഹി നഫ്സുഹു എന്ന് അള്ളാഹുവിന്റെ പിന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഞാൻ ഇവിടെ വായിച്ചു. അതുകൊണ്ട് വായിച്ചപ്പോൾ തംസീല് വിട്ടു നിങ്ങൾ. ഇനി മാത്രമല്ല സിറാത്തിന്റെ വിഷയം, സിറാത്ത് അപ്പുറത്തിരിക്കുന്ന മൊയ്തീൻ സലഫിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അദ്ദേഹം സിറാത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. മാത്രമല്ല സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ഉന്നയിച്ചില്ല? ഇവിടെ കണ്ടല്ലോ, ആദർശ വ്യതിയാനമായി കണ്ടത് തെളിവ് അംഗീകരിക്കുകയും എന്നാൽ വസ്തുത നിഷേധിക്കുകയും ചെയ്തതിനെയാണ്. ആ തെളിവ് അംഗീകരിച്ച് വസ്തുത ആര് നിഷേധിച്ചാലും അത് ആദർശ വ്യതിയാണെന്നുമാണ് കാര്യത്തിൽ സംശയമില്ല. ആ മറുപടി മതി. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മറുപടി മനസ്സിലായ പിന്നെ സംവാദത്തിന് നിങ്ങളെ കൊണ്ടുവന്നോലെ വെറുതാവൂലേ? അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇവിടെ ഞാൻ ഹദീസ് നിഷേധത്തിന്റെ ലിസ്റ്റ് വായിച്ചു. ചേകരൂരിസത്തിലേക്ക് പോയ കഥ പറഞ്ഞിവിടെ. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ആ വിഷയത്തിൽ ഒരു ചോദ്യമെങ്കിലും ചോദിക്കണ്ട നിങ്ങൾ. എവിടെ ഞങ്ങൾ ഇതേ രീതി ചോദിക്കണ്ട നിങ്ങൾ? ഇതാ നിങ്ങളുടെ അവസാനത്തെ അവസരം വരാൻ പോകണം. ശരിക്കും ശ്രദ്ധിച്ചോളി. ഇവിടെ 9 അവസരം കിട്ടിയിട്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആവർത്തിച്ച് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക്
ഹദീസ് നിഷേധത്തിന്റെ വിഷയത്തിൽ അത് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. ഞങ്ങളുടെ ഒന്നാമത്തെ തീരുമാനം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് ഞങ്ങൾ പറഞ്ഞതല്ല. വിഷയത്തിന് പുറത്തുപോയി ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. മാത്രവുമല്ല ഇപ്പോൾ KNM കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടു കൂട്ടർക്കും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളോട് കൂട്ടുകൂടാനിരിക്കുന്ന മണിയറ ഇറക്കി കാത്തുകൊണ്ടിരിക്കുന്ന അവർക്കും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഇനി നിക്കാഹ് കഴിഞ്ഞു, ഇനി എപ്പോഴാണ് മണിയട കൂടൽ എന്ന് മാത്രമാണല്ലോ ചർച്ചയുള്ളത്. മാത്രമല്ല ഹുസൈൻ മടവൂര് പറയും ചെയ്തു, മരിക്കുന്നതിന്റെ മുമ്പ് നമുക്കൊന്ന് ഒന്നാവണ്ടേ. ഇതേ ഈ AP അബ്ദുൽ ഖാദർ മൗലവിയെ പിരിച്ചുവിട്ടു KNM മുജാഹിദ് സെന്ററിൽ നിന്ന് മുജാഹിദ് സെന്ററിലേക്ക് സർക്കുലർ അയക്കുമ്പോൾ തോന്നണ്ടേ മരിക്കണ്ടേന്ന്. ഇപ്പോഴാ എല്ലാ സംഘടനയും വിട്ടു. അവസാനം അഖിലേന്ത്യയിൽ പോയി നോക്കി, അവിടെയും സ്ഥാനം കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴാണ് ഇവർക്ക് മരിക്കണം എന്ന് ബോധമൊക്കെ വന്ന് നോക്കിയില്ല. മരിക്കണം എന്ന ബോധം എല്ലാവർക്കും നല്ലതാ, ലത്തീഫ് മൗലവിക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ല, നമുക്കൊക്കെ മരിക്കണം. അതിനാ ഞങ്ങൾ പറഞ്ഞത് ഇമ്മാരി കുഫറിയത്ത് കൊണ്ട് നടക്കരുത്. ചേകനൂർ മൗലവി എന്നതിനെ ന്യായീകരിക്കാൻ പാടില്ല. അത് മരിക്കണ്ടേന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കണം നിങ്ങൾ. എല്ലാവർക്കും മരിക്കണം. അബ്ദുൽ മാലിക് 99-ലും 2000-ലും 2001-ലും 2002-ലുമൊക്കെ ഈ സംഘടനാ രംഗത്തുണ്ടായിരുന്നോ എന്നത് അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ച് പറയേണ്ടതാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഉമർ മൗലവിയുടെ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് 2001-ലെ ജമിയത്തിന് മുമ്പിൽ ആ വിഷയം പറഞ്ഞില്ല എന്നാണ്. പ്രബന്ധം വായിക്കണം. ആ പ്രബന്ധമാണിത്. ആ പ്രബന്ധത്തിൽ കുനൂത്തിനെ കുറിച്ച് ഉമർ മൗലവിയുടെ വിഷയം വെച്ചുകൊണ്ട് ഞങ്ങൾ എഴുതിയിരിക്കുന്ന പരാമർശമാണിത്. ആ പ്രബന്ധം വായിക്കാൻ ശ്രമിക്കണം. അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രബന്ധത്തിൽ നടത്തിയിരിക്കുന്ന പരാമർശം എന്താ അറിയോ? എന്താ പരാമർശം? മറിച്ച് കുനൂത്തിനെ കുറിച്ച് ബിദ്അത്ത് എന്ന് പറയാതെ സൂക്ഷ്മത കാണിക്കുന്നു എന്ന് മാത്രം. ഉമർ മൗലവി കുനൂത്ത് ബിദ്അത്താന്ന് പറയാതിരുന്നത് സൂക്ഷ്മതയാണ് ഞങ്ങളുടെ പ്രബന്ധത്തിൽ പ്രതികരിച്ചത്. ഞങ്ങൾ പ്രബന്ധത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്, പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ ചോദ്യം ഇപ്പോഴും വ്യക്തമാണ്. കുനൂത്തിന്റെ വിഷയത്തിൽ ന്യായീകരിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഉമർ മൗലവിക്കെതിരെ നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? എന്തുകൊണ്ട് ആരോപിച്ചില്ല? പിന്നെ സുൽഫിക്കറിൽ തിരുത്തി എന്ന് പറഞ്ഞല്ലോ. സുൽഫിക്കറിൽ തിരുത്തി എന്ന് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ചത് കൊണ്ടാണോ? ആണോ? 99-ൽ ഞങ്ങൾക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചിരുന്നുവോ? അതിന്റെ പേരിലാണോ അദ്ദേഹം തിരുത്തിയത്? എന്റെ ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ 99-ന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും ന്യായീകരിച്ചത് കൊണ്ടാണോ നിങ്ങൾ ആദർശ വ്യതിയാനമായി ആരോപിക്കുന്നത്? പിന്നെ സംസം വെള്ളം ഇല്ല, ഞങ്ങൾ വിടുന്നില്ല, ഞങ്ങൾ അയിമ തന്നെ പതുക്കട്. സംസം വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശം എഴുതിയത് അബ്ദുസ്സലാം സലമി, പ്രസിദ്ധീകരിച്ചത് KNM-നെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? എന്തുകൊണ്ട് ആരോപിച്ചില്ല? 2002-ൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അൽമനാറിൽ എഴുതിയിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയെ എന്തുകൊണ്ട് നിങ്ങൾ ആദർശ വ്യതിയാനത്തിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ല? എന്താ പ്രതികരിക്കാത്തത്? എന്താ പ്രതികരണം വരാത്തത്? സംസം വെള്ളത്തിന്റെ എല്ലാ പോലീസും പോയോ? സംസം വെള്ളത്തിന്റെ മഹത്വമൊക്കെ പോയോ? സംസം വെള്ളത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പരാമർശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പണ്ഡിതോചിതമായിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവി അൽമനാറിലൂടെ അതിനെ ന്യായീകരിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? എന്റെ ചോദ്യം ഇപ്പോൾ നിൽക്കുന്നു, മറുപടി കിട്ടിയിട്ടില്ല. അനുബന്ധമായി ചോദിച്ച ചോദ്യമാണ് ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ട വിഷയം. കള്ളക്കേസിൽ നിങ്ങൾക്ക് എന്ത് പ്രതികരിക്കാനുണ്ട്? വേറെ കുറെ കാര്യമാണ്. നിങ്ങളവിടെ NMK ഉണ്ടാക്കിയില്ലേ? ഇവിടെ മറ്റേ അതൊന്നും വിഷയമല്ലല്ലോ. NMK ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കള്ളക്കേസിനുള്ള ന്യായമാകുമോ? ഒരു പുതിയ സംഘടന തന്നെ രൂപീകരിച്ചാൽ നിങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന കള്ളക്കേസിന് ന്യായമാകുമോ? ന്യായമല്ല. അത് മറുപടി പറയണം. അപ്പൊ NMK ഉണ്ടാക്കി എന്നുള്ളത് അൽഹംദുലില്ലാ സമ്മതിച്ചു. അപ്പൊ എന്നാ ഈ NMK പോരായിരുന്നോ? പിന്നെന്തിനാ ഒരു വാല് കിട്ടാൻ സുപ്രീം കോടതി പോയത് മൗലവി? ആ NMK കൊണ്ട് നടന്നാ പോരെ? വെറുതെ കോടികൾ ചെലവാക്കിയിട്ട് സുപ്രീം കോടതി പോയിട്ട് വെറുതെ ഒരു വാലും കൊണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആ NMK കൊണ്ട് നടന്നാ പോരായിരുന്നു. പിന്നെ സമന്വയത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും വ്യക്തിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സമന്വയം നിങ്ങളുടെ വ്യക്തിപരമല്ല, നിങ്ങൾ സർക്കുലർ കൊടുത്ത് ന്യായീകരിച്ചതാ സമന്വയം. അതങ്ങനെ വിടാൻ പറ്റൂല നിങ്ങൾക്ക്. സമന്വയം നിങ്ങൾ സർക്കുലർ കൊടുത്ത് ന്യായീകരിച്ചതാ. പൂളപ്പൊയിലോ അല്ലെങ്കിൽ മേപ്പലൂരെ കൊടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുമായിട്ട് എന്താ ഉത്തരവാദിത്തം?
മാത്രമല്ല വർത്തമാനത്തിൽ പറയിപ്പിക്കണോ? എത്ര ആളുകളെ പേരിൽ ഷെയർ എടുത്തുകൊണ്ട് നിങ്ങൾ കാണിച്ച തോന്നിവാസം, അതിന്റെയൊക്കെ രേഖ ഇവിടെ ഉണ്ട്. അതൊന്ന് പറയിപ്പിക്കണം നിങ്ങൾ. അപ്പൊ അതൊന്നുമല്ല നമ്മുടെ വിഷയം. മാത്രവുമല്ല, ഞാൻ പറഞ്ഞില്ല, അപ്പൊ മുപ്പര് പറഞ്ഞു ഉമ്മർ മൗലവിന്റെ വിഷയം ഞങ്ങൾ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അത് മറച്ചു വെച്ചുകൊണ്ടാണ് മുപ്പര് സംസാരിച്ചത്. ആ വിഷയത്തിൽ തീരുമാനം വന്നു മൗലവി. ആ വിഷയം കണ്ടുകൊണ്ടാ തീരുമാനം എടുത്തത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ ഉമ്മർ മൗലവിന്റെ വിഷയം കൂടി കണ്ടിട്ടാ തീരുമാനം എടുത്തത്. ഇവിടെ എന്താ തീരുമാനം? ഞാൻ വായിച്ചുതരാം. എന്താ? ഇതാ, സുബഹിലെ കുനൂത്ത് നബിചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം കുനൂത്ത് ഓതുന്ന പള്ളിയിൽ പോയാൽ ഓതാമെന്നും കുനൂത്തില്ലാത്ത പള്ളിയിൽ പോയാൽ ഓതാതിരിക്കാമെന്നുമുള്ള നിലപാട് സ്വീകരിക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കലും നമ്മുടെ ആദർശത്തിനുള്ള വ്യതിയാനമാണ്. പ്രതികരണം: ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ലെന്ന് ആരോപിതർ വിശദീകരിച്ചു. അതൊരു വാദമല്ല, പിന്നെന്തെങ്കിലും ന്യായീകരിക്കാൻ പോകണം നിങ്ങള്? ഇതാ ആദർശ വ്യതിയാനം എന്ന് പറഞ്ഞ് വാദമല്ല എന്ന് ഇവിടെ എഴുതി ഒപ്പിടുക. ഇവിടെ പറഞ്ഞിട്ട് അതിന് വേറെ പറയും, ചോദ്യം ചോദിക്കുക. എന്താ മൗലവി? മാത്രമല്ല തീരുമാനം കേട്ടോ, ഇതൊന്നും വായിക്കാതെയും പഠിക്കാതെ സംവാദത്തിന് വന്നിട്ടുള്ളത്. നിങ്ങൾ കൊടുത്ത ഉമർ മൗലവിയുടെ ആ അടക്കമുള്ള വിഷയത്തിനാണ് ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പറഞ്ഞത്. ആ തീരുമാനം കേട്ടോ, സുബഹിയിലെ കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെടാത്തതാണെന്നും അത് അനാചാരമാണെന്നും യോഗം അംഗീകരിച്ചു. കെ ഒപ്പ്, അലി അബ്ദുർ റസാഖ് മദനി ഒപ്പ്. കേക്കുണ്ടെങ്കിൽ ചെവി പിടിച്ച് കുന്നിക്ക് പിടിച്ചൂലേ? അപ്പൊ തീരുമാനം പറഞ്ഞിട്ട് പിന്നെയും ഇവിടെ പറയാം അതാണ് ഞങ്ങൾ എഴുതിയത്. നിങ്ങൾക്ക് വ്യതിയാനം വന്നിട്ടുണ്ട്, ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് വ്യതിചരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാ നിങ്ങളെ ചോദ്യം തന്നെ. മനസ്സിലായില്ലേ? പിന്നെ ഒരു കേസും കൂടാ. ഇൻഷാ അല്ലാഹ് കേസും കൂട്ടൊക്കെ നമുക്ക് കോടതി തീരുമാനിക്കാം. ഇവിടെ നമ്മൾ കൂടിയത്, ഇവിടെ എന്റെ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ അദ്ദേഹം 10 ചോദ്യം ചോദിച്ചു. ഒരു വിഷയം, ആദർശപരമായിട്ടുള്ളൊരു വിഷയം, ഈ തീരുമാനമെടുത്ത വിഷയം, ഈ തീരുമാനം പോലും വായിക്കാതെയാണ്, ഈ തീരുമാനം പോലും വായിച്ചു നോക്കാതെ അത് തന്നെ വീണ്ടും 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 ആവർത്തിച്ച് തങ്ങളുടെ നേതാക്കന്മാരെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അവസാനം എന്തുണ്ടായി? നിങ്ങൾക്ക് മനഹജിൽ വ്യതിയാനം വന്നു, നിങ്ങൾ ഖുർആൻ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ വന്ന കാര്യങ്ങൾ നിഷേധിച്ചു, റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിങ്ങൾ നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് 8-ാം തീയതി നമുക്ക് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാം. അപ്പൊ സാധാരണക്കാർ മനസ്സിലാക്കട്ടെ, മതം മാനവികത, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ആ മതം ഇസ്ലാം മതമല്ല. ആ നവോത്ഥാനം ഇസ്ലാമിന്റെ നവോത്ഥാനമല്ല, അത് മടവൂർ വിഭാഗത്തിന്റെ മതമാണ്. അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല, സിറാത്തില്ലാത്ത മതമാണ് മടവൂർ വിഭാഗത്തിന്റെ മതം. അതുപോലെ തന്നെ നുസൂലില്ലാത്ത, അള്ളാഹുവിന്റെ സിഫാത്തില്ലാത്ത മതമാണ് നിങ്ങളുടെ മതമെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. അതുപോലെ തന്നെ ജിന്നും പിശാചും സിഹറുമൊന്നുമില്ലാത്ത മതമാണ് നിങ്ങളുടെ മതമെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ നവോത്ഥാനം അത് ചേകനൂരിന്റെ നവോത്ഥാനമാണെന്ന് ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മാത്രമല്ല, എത്ര ഹദീസുകൾ നിഷേധിച്ചു ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിട്ട്, ഓ ലത്തീഫ് മൗലവി, നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കണ്ടേ, ഇത് ഇരിക്കുന്ന 25 ആൾക്കാർ മാത്രമല്ലല്ലോ കേൾക്കുക. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ആയിരക്കണക്കിന് വ്യക്തികൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആ ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായി. എന്തെങ്കിലും പറഞ്ഞു. സംസമിന്റെ വിഷയം ഒരു പറഞ്ഞു, KN പ്രസിദ്ധീകരിച്ചു എന്ന്. അന്ന് തന്നെ എതിർപ്പ് വന്നിട്ടുണ്ട്. ആ എതിർപ്പ് കണ്ടിട്ടും വീണ്ടും അത് നിങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചില്ലേ? ഞങ്ങൾ അന്നും എതിർത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ സലാം സുല്ലമിയുടെ KNMന്റെ ഉള്ളിൽ നിന്ന് അബ്ദുസ്സലാം സുല്ലമിയുടെ നിഷേധം ചെലവാക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ അന്നും എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പ് കൊണ്ട് തന്നെയാണ് അപ്പുറത്തേക്ക് ചാടിയത്. അവിടെ സംസമിന് പുള്ളില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കൊടുത്ത് ചാടിയത്. മനസ്സിലല്ലേ? ഇവിടെ ജന്നു ചെയ്താനും കിട്ടൂല, അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അപ്പുറത്തിരിക്കുന്ന ആൾ അപ്പുറത്തേക്ക് ചാടിയത്. മനസ്സിലല്ലേ? അപ്പൊ ഇവിടെ നിന്നാൽ അള്ളാന്റെ ഖുർആൻ അംഗീകരിക്കേണ്ടി വരും, റസൂലുള്ളാഹിന്റെ ഹദീസ് അംഗീകരിക്കേണ്ടി വരും. സഹോദരങ്ങളെ, ഒരു വിഭാഗത്തിന്റെ ചോദ്യവും മറുവിഭാഗത്തിന്റെ ഉത്തരത്തിനുള്ള അവസരവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് മറുവിഭാഗം അഥവാ കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ്ദാവ വിഭാഗത്തിന്റെ ഉത്തരവും ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യവും ചോദിക്കേണ്ട സമയമാണ്. 10 ചോദ്യത്തിനുള്ള സമയമുണ്ട്. അവസാനം 2 വിഭാഗത്തിനുള്ള കൺക്ലൂഷനുള്ള സമയമുണ്ട്. സലഫി ദാവ വിഭാഗത്തെ ക്ഷണിക്കണം. ചോദ്യോത്തരം തന്നെയാണ് തുടരുന്നത്. ചോദ്യം ഉന്നയിക്കേണ്ടത് സലഫി ദാവ വിങ്ങിൽ നിന്നുമാണ്. ഇവിടെ നിന്നതിൻ്റെ മറുപടി ഉണ്ടായിരിക്കും. എല്ലാവരും സദസ്സിൽ വന്ന് മാന്യമായി ഇരിക്കണം എന്ന് ഉണർത്തുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കഴിഞ്ഞ ചോദ്യത്തിൻ്റെ അവസരത്തിൽ ലത്തീഫ് മൗലവി 10 ചോദ്യങ്ങൾ ഉന്നയിച്ചു. 10 അവസരങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. അതിന് ഞാൻ വ്യക്തമായ മറുപടിയും പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. നമ്മുടെ വാദപ്രതിവാദത്തിൻ്റെ വിഷയം ഞങ്ങളുടെ വാദമായി ഞങ്ങൾ എഴുതിയിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002-ലുണ്ടായ പിളർപ്പിന് കാരണമായി ഉന്നയിക്കപ്പെട്ട വ്യതിയാന വിവരണങ്ങളിൽ 2001 ജൂൺ 4-ന് പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ആ തീരുമാനത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനമായി ജംഇയ്യത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങളിൽ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നാണ്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നാമതായി ചോദിക്കുന്നു, നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ അള്ളാഹുവിൻ്റെ പ്രവാചകനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ നിഷേധിച്ചാൽ അതിൻ്റെ ഗൗരവം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ആദ്യമായി കൊണ്ട് ഇവിടെ ജംഇയ്യത്തിന്റെ തീരുമാനം വായിച്ചത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ച് ഒപ്പുവെച്ചതാണ്. ആ തീരുമാനം നിങ്ങളുടെ നേതാക്കന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ചോദ്യം, എൻ്റെ ചോദ്യം ശരിക്ക് സഹോദരന്മാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ പോലും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാനുള്ള ആമുഖം ചോദ്യത്തേക്കാൾ വലുതായതുകൊണ്ട് ചോദ്യം വിശദമാക്കുവാൻ വേണ്ടത്ര സമയം കിട്ടാതെ പോയതിൽ പരിതപിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചോദിച്ചിരിക്കുന്ന 12ഓളം ചോദ്യങ്ങൾ അതിന് വ്യക്തമായ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന കളവോടുകൂടിയാണ് ഇദ്ദേഹം ചോദ്യം ആരംഭിച്ചിട്ടുള്ളത്. അതില്ല എന്നുള്ളത് ഇതുവരെ കഴിഞ്ഞിരിക്കുന്ന സംവാദം ഇനി കാണാൻ വീഡിയോ എങ്കിലും കാണുകയാണെങ്കിൽ ആർക്കും ബോധ്യപ്പെടും. ഇനി ഇപ്പോൾ ഒരു ചോദ്യം വന്നെന്താ അറിയോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിൽ പറയപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് ചോദിച്ചതാ? മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ഒന്നാം പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ, രണ്ടാം പ്രമാണം സ്വഹീഹായിരിക്കുന്ന ഹദീസുകൾ. ഇതിലുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? അങ്ങനെ ഒരു ആരോപണം പോലും ഞങ്ങൾക്ക് നേരെ ആദർശ വ്യതിയാന ആരോപണ കാലത്ത് പോലും ഉന്നയിച്ചിട്ടില്ല. 99 മുതൽ 2002 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളിലും ഖുർആനിലെ ഇന്ന വിഷയം ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് പുതിയ കണ്ടുപിടുത്തമാണ്. ഏതായാലും ഞങ്ങൾക്ക് ആ വിഷയത്തെ ഒറ്റവാക്കിൽ മറുപടി അറിഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യവും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുന്നില്ല. ചോദ്യം അവിടെ കഴിഞ്ഞു, ഉത്തരം അവിടെ കഴിഞ്ഞു. ഇനി അനുബന്ധമായി എനിക്ക് പറയാനുള്ളത്, ഇയാൾ നേരത്തെ ഒരു കള്ളക്കളി നടത്തിയിട്ടുണ്ട്. കുനൂത്തിനെ കുറിച്ച് ഇവിടെ ജംഇയ്യത്തുൽ ഉലമയിൽ തീരുമാനം വന്നപ്പോ ആ ഭാഗം അദ്ദേഹം ഇവിടെ വായിക്കാൻ ശ്രമിച്ചു. എന്താ അറിയോ? അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിലെ പ്രതികരണം വായിച്ചപ്പോ ഭയങ്കര തമാശ. എന്താ പ്രതികരണം? കുനൂത്ത് ഓതുന്ന പള്ളിയിൽ പോയാൽ ഓതാമെന്നും ഓതാത്ത പള്ളിയിൽ പോയാൽ ഓതേണ്ടതില്ല എന്നുള്ള നിലപാട് ശരിയല്ല എന്നുള്ള ആരോപണം. അതിനെക്കുറിച്ച് ആരോപിതരുടെ
പ്രതികരണം. ഇങ്ങനെ ഒരു വാദം തങ്ങൾക്കില്ലെന്ന് ആരോപിതർ വിശദീകരിച്ചു. സുഹൃത്തുക്കളെ, ഇതെങ്ങനെയാ ഉമർ മൗലവിയുമായി ബന്ധപ്പെടുത്തുക? 2001 ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഉമർ മൗലവി മണ്ണിനടിയിലാണ്. ഞാൻ ഉമർ മൗലവി ഈ വിഷയത്തെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോ ആ വിഷയത്തെ നിങ്ങൾ എന്തുകൊണ്ട് വ്യതിയാനം ആരോപിച്ചില്ല എന്നായിരുന്നു ചോദിച്ചത്. അതിനെന്താ, ആ വിഷയം ജംഇയ്യത്തുൽ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ആരോപിതർ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ആരോപിതർ പറഞ്ഞ മറുപടി ഏതാ? ഇത് ഹുസൈൻ മടവൂരിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും മാത്രം. ഉമർ മൗലവിയെ കുറിച്ചാണ് ഈ പരാമർശമെങ്കിൽ ഉമർ മൗലവി 2001 വന്ന് ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ? അല്ലെങ്കിൽ എനിക്കങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞോ? ഉമർ മൗലവി മരിക്കുവോളം എനിക്കങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുനൂത്ത് ബിദ്അത്താണ് എന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുത്താൻ ആവശ്യപ്പെട്ടപ്പോഴോ എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഉമർ മൗലവിക്കെതിരെ എന്തുകൊണ്ട് വ്യതിയാനം ആരോപിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ മറികടക്കാൻ വേണ്ടി ഒരു കോട്ടിമാറ്റം നടത്തിയതാണ്. ഇവിടെ ഖുനൂത്തിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. പക്ഷെ ഉമർ മൗലവിയുടെ വിഷയത്തിൽ എന്തു മറുപടി, എന്തു തീരുമാനം? അദ്ദേഹത്തിന് വ്യതിയാനം സംഭവിച്ചോ ഇല്ലേ? ഈ വിഷയം തിരുത്താതെ മരണപ്പെട്ടു പോയിരിക്കുന്ന ഉമർ മൗലവിക്ക് വ്യതിയാനം സംഭവിച്ചുവോ ഇല്ലയോ എന്ന വിഷയത്തിൽ മറുപടി കിട്ടിയിട്ടില്ല. നിങ്ങളാകെ ലഭിച്ചിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തി ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യം, അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുമുണ്ട്. പിന്നെ ഇത് സംബന്ധമായി തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞല്ലോ. ആശയ സമന്വയത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. അത് KNMന്റെ റിപ്പോർട്ടിൽ വരെ അംഗീകരിച്ചിരിക്കുന്ന വിഷയമാണ്. അതൊക്കെ മറച്ചുവെച്ചും മറികടന്നുമാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ സംസാരിക്കുന്നതിൽ 1-2 വ്യക്തികളൊഴികെ മറ്റുള്ളവർക്ക് സംഘടനാ പ്രശ്നങ്ങളോ ആദർശ വ്യതിയാന ആരോപണ പ്രശ്നങ്ങളോ അറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഇവരെ കണ്ടതായി ഓർക്കുന്നില്ല. ഒരുപക്ഷെ പ്രായത്തിന്റെ കുറവായിരിക്കാം. എന്നാൽ പോലും അതറിയാത്തത് കൊണ്ടോ മനസ്സിലാവാത്തത് കൊണ്ടോ പ്രതികരിക്കുവാൻ സാധിക്കാത്തതിന് ഉരുണ്ടുമറിയുകയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരം പറയേണ്ട സമയങ്ങളിൽ അവർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതുവരെ നടന്നിട്ടുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ അത് യഥാവിധി വന്നാൽ ഇവിടെ നിന്ന് കൃത്യമായി മറുപടി ലഭിക്കും. അപ്പുറത്തുനിന്നുണ്ടായ പോലെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തടിയൂരല്ല, പറയണം. അതാണ് ഞങ്ങളുടെ നിലപാട്. ഉത്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ചോദ്യങ്ങൾക്ക് നിങ്ങളെപ്പോലെ ചോദ്യങ്ങൾ കേട്ടില്ല, ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടി സലാമത്താക്കൂല. അവസാനങ്ങളിൽ പറഞ്ഞല്ലോ 10 ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആമുഖം, പിന്നെ 10 തവണയും ഉപയോഗപ്പെടുത്തി എന്ന് പിന്നെയും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഉത്തരങ്ങൾ അവിടെ നിന്ന് വന്നിട്ടില്ല. നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തി ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങളെ പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്റെ ചോദ്യം ലത്തീഫ് മൗലവിയെ ബുദ്ധിമുട്ടിലാക്കി എന്നാണ് തോന്നുന്നത്. ആരെ ഉദ്ദേശിച്ചതാണ് നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? അപ്പൊ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലേ? അപ്പൊ നിങ്ങൾക്കിപ്പോ അഡ്രസ് ഇല്ലാതായോ? വാല് പോയാ? അപ്പോ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന് പറയാൻ, അഥവാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന 9 ആൾക്കാരല്ല, നിങ്ങളുടെ സംഘടനയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ പറഞ്ഞു അൽഹംദുലില്ലാ ഞങ്ങൾ ആരും അങ്ങനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ നിഷേധിച്ചിട്ടുണ്ട്. വസ്സമാവാത്തും വത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എഴുതിയിട്ടുണ്ട്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ അവന്റെ യമീന് കൊണ്ട് ചുരുട്ടി പിടിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മുസ്ലിമുകളുടെ വിശ്വാസമല്ലോ, ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറാകുമോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിതാബ് തൗഹീദിൽ മടവൂര് പറഞ്ഞല്ലോ, എന്ത് അഖീദ പഠിക്കാൻ കിതാബ് തൗഹീദ് പഠിക്കണമെന്ന്. ആ കിതാബ് തൗഹീദ് പഠിപ്പിച്ചു അതിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വന്ന അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന അതിനെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു ഉദാഹരണം. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം, ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ആളുകൾക്ക് വിഷയം പഠിപ്പിച്ചു കൊടുക്കാനാ, മനസ്സിലല്ലേ? അതുകൊണ്ട് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അതിൽ ഗണ്ണിക്കണം. അതിന് കൃത്യമായി കൊണ്ട് ഞങ്ങൾ ചോദിച്ചാൽ തെളിവ് തരും. രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം, ഇതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട സംവാദം. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതും മൻഹജിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പിന്നെ ഉത്തരം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ചോദിക്കാം, മൗലവി ആദ്യം നിങ്ങൾ പറഞ്ഞതിന് എതിരാണ്.
ഇപ്പൊ എന്റെ ചോദ്യം ചോദിക്കും, ഇപ്പൊ നിങ്ങൾ മറുപടി പറയും. അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ആദ്യത്തെ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ നിഷേധിച്ചതിന് ഉദാഹരണം തന്നു, അതിന് നിങ്ങൾ ഗണ്ണിക്കണം. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം: അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരും നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇനി മാത്രവുമല്ല, ലത്തീഫ് മൗലവിക്ക് അങ്ങനത്തെ ഒരു ചോദ്യം വന്ന് ഇടങ്ങേറാകുന്നുണ്ടെങ്കിൽ അത് കുഴിപ്പുറം സുല്ലിമി അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹമാണെങ്കിൽ മറുപടി ആരെ പറഞ്ഞാലും ശരി ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. എന്താ മറുപടി? എന്താണ് എന്റെ ചോദ്യം? കൃത്യമായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ എന്നോട് ഈ വിഭാഗത്തോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ല എന്ന് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കണം. അത് തെളിയിക്കാതെ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഞാൻ ഞങ്ങളോടുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. മറ്റൊരു ചോദ്യം വന്നത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോന്നാണ്. ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും അധ്യാപനങ്ങളെ, ഏതെങ്കിലും പരാമർശങ്ങളെ, ഏതെങ്കിലും ആശയങ്ങളെ, ആദർശങ്ങളെ നിഷേധിക്കുന്ന പ്രവണതയുള്ളവരല്ല ഞങ്ങൾ. അത് ഞങ്ങൾക്ക് നേരിൽ ഒരു പുതിയ ആരോപണത്തിനുള്ള വടിയിടുകയാണ്. 99 ആദർശ വ്യതിയാന ആരോപണങ്ങളിൽ ഒന്നുപോലും അന്നു നിലനിൽക്കാത്ത പോലെ തന്നെ ഇന്നും നിലനിൽക്കാത്തതിനാൽ പുതിയ വല്ല പാലത്തിനും കയറി രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതാണ് സംഗതി. അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുന്നത്. ഈ സംവാദത്തിലെ വിഷയം തന്നെ എന്താ? 2002 പിളർപ്പിന് കാരണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ. ആ ആദർശ വ്യതിയാന ആരോപണങ്ങൾ എവിടെയും നമ്മൾ അള്ളാഹുവിന്റെ സിഫാത്തിനെ നിഷേധിച്ചുവെന്നോ ഖുർആനെ നിഷേധിച്ചുവെന്നോ ഉള്ള ഒരു പരാമർശം പോലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങളത് ഇന്നും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുമില്ല. മറിച്ച് ഇസ്ലാം ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനും സ്വഹീഹായിരിക്കുന്ന ഹദീസുകളും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തു പറഞ്ഞുവോ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ സലഫിന്റെ മനഹജ് സ്വീകരിക്കുന്നു. ഇന്ന് അറബ് ലോകത്തല്ല, ഈ അറബികളുടെ സലഫുണ്ടല്ലോ, മനഹജ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. സലഫിന്റെ മനഹജ്, സച്ചരിതരായിരിക്കുന്ന സലഫിന്റെ മനഹജ് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പുതിയ വഴിത്തിരിവിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ ചോദ്യാവസരങ്ങൾ പോലും 2002 ആദർശ വ്യതിയാന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. കാരണം അതിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കതിൽ കൃത്യമായൊരു ചോദ്യം പോലും ഇങ്ങോട്ട് ചോദിക്കാനും കഴിയില്ല. ചോദ്യമില്ലാത്ത, ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ എന്നത് വളരെ വ്യക്തമായി സദസ്സിനും സമൂഹത്തിനും ബോധ്യമായിട്ടുണ്ട്. അതാണ് വസ്തുത. ആ വിഷയത്തിൽ കൃത്യമായൊരു ചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാത്ത വിധം നിങ്ങൾ ആ വിഷയത്തിൽ തടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രശ്നം. ഇവിടുന്ന് ആള് മാറിക്കിട്ടണം. ഇവിടെ ആള് മാറണോ വേണ്ടെന്നുള്ളത് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ആള് മാറണമെങ്കിൽ മാറും, മാറണ്ടാന്ന് തോന്നിയാൽ മാറൂല. പക്ഷേ അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ ആള് മാറിക്കിട്ടൽ ഭയങ്കര നിർബന്ധമായിട്ടുണ്ട്. എന്താ ഇടങ്ങേറ്? കഷായം കുടിച്ചിട്ട് ഇങ്ങനെ കയറുന്നില്ലേ? ബുദ്ധിമുട്ടാകുന്നുണ്ടോ? വല്ലാത്ത പ്രയാസമുണ്ടോ? ഇത് ഞാനതാ പറഞ്ഞത്. വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെയാ 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങളിൽ നിന്ന് ചോദ്യം വന്നോ? ഇല്ല. പുതിയ വിഷയത്തിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പലതും അടുത്ത ആഴ്ചയിൽ നമ്മൾ തന്നെ പറയേണ്ട വിഷയങ്ങളാണ്. അവിടേക്ക് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ ആവർത്തിച്ചു വന്ന വിഷയം, ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന വലിയൊരു ആരോപണമാണ് സംസം വെള്ളവുമായി ബന്ധപ്പെട്ട പരാമർശം. അത് എഴുതിയത് സലാം സുലമിയാണെങ്കിലും അത് പ്രസിദ്ധീകരിച്ചത് KNM-നെതിരെ നിങ്ങൾ ഒരിക്കൽ പോലും ആദർശ വ്യതിയാനം ആരോപിച്ചിട്ടില്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അൽമനാറിൽ എഴുതിയത് AP അബ്ദുൽ ഖാദർ മൗലവി. എന്നിട്ട് അദ്ദേഹത്തിനെതിരിലും ഒരു ആദർശ വ്യതിയാനവും ആരോപിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉമർ മൗലവിക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ചില്ല, കുഞ്ഞീദ് മദനക്കെതിരെ ആരോപിച്ചില്ല, സുഹൈർ ചുങ്കത്രക്കെതിരെ ആരോപിച്ചില്ല, അതുപോലെ ഹുസൈൻ സലഫിക്കെതിരെ ആരോപിച്ചില്ല. എന്തായിരുന്നു കാരണം? ഇവരൊന്നും
ഇവർ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന അധികാര കസേരകളിലേക്ക് അത്ര പെട്ടെന്ന് എത്തുകയില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് അവരെ തൽക്കാലം വിടുകയും അധികാര കസേരകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്, ജനങ്ങൾ കൊണ്ടുവരും, അവർ കയറ്റിയിരുത്തും എന്ന് ബോധ്യമുള്ള ആളുകളെ അരുക്കാക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ആദർശ വ്യതിയാന ആരോപണമെന്ന ഉട്ടോപ്പിയയുമായി നിങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു ചോദ്യം പോലും ചോദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ. ലത്തീഫ് മൗലവിക്ക് നല്ലോണം പ്രസംഗിക്കാൻ അറിയാം, കുറച്ചൊക്കെ പാടാനും അറിയാം. ഇവിടെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നാ കാണുന്നത്, കേരള നദുവത്തുൽ ഖുറാഫിയീൻ ആക്കണമെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഖുറാഫികളുടെ സകല അടയാളങ്ങളും ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മൗലവി? നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു, എന്താ നിങ്ങൾ തൊടാത്തത്? വസ്സമാവാത്തും മത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്തിൽ പറഞ്ഞ അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആദർശത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ വസ്സമാവാത്തും മത്വിയാത്തും എന്ന ഇസ്ലാമിന്റെ ആദർശത്തെ ജൂദായിസമായി നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ജൂദായിസം എന്ന് പറഞ്ഞു അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞ ആദർശത്തെ. അള്ളാന്റെ ഖുർആൻ ജൂതന്മാരതാ തന്നെ? അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? അതാണ് പറഞ്ഞത്. അതിന് തെളിവ് ചോദിക്കുക. അതാണ് നിഷേധം. അത് നിഷേധം തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ് അതിന് നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. മനസ്സിലാക്കിക്കോളി. ഇനി രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ എന്ന് ഇയാൾ പറഞ്ഞു. ഉണ്ട് എന്ന് ഏതായാലും പറയാൻ പറ്റില്ല, കാരണം ഈ കോമി ആവേശത്തോട് തെക്കുബീർ അല്ലല്ലേ, ആ തെക്കുബീർ നിൽക്കും. ഉണ്ട്, നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശബാബ്, നിങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ശബാബ് വാരിക. ഈ ശബാബ് വാരികയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിട്ടുള്ള ആൾ ഏതുകാണ്? അള്ളാഹുവിന്റെ നുസൂലിനെ സംബന്ധിച്ച് എന്താ ഇതെന്നറിയോ? അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയ 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം നുസൂൽ എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടാവുകയില്ല എന്ന് ഈ ഖുറാഫാത്ത്, ഈ പേരോടിയൻ സിദ്ധാന്തം, ഈ അള്ളാഹുവിന്റെ നുസൂൽ എന്ന സിഫത്തിനെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ തെളിവ് തന്നു, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ശരിക്കും പഠിച്ചോ? രണ്ട് ചോദ്യം എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കണം. ഈ രണ്ട് വിഷയത്തെ അവർ ഗണ്ണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദ്യം മൻഹജിൽ തന്നെയാണുള്ളത്. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിലാണ് മൻഹജ് വേണ്ടത്. നിങ്ങൾ ആ മൻഹജിന് വ്യതിയാനം തന്നു മൗലവി. നമ്മുടെ സംവാദത്തിന്റെ ഞങ്ങളുടെ ഇത് വാദം എന്താ? നിങ്ങൾക്ക് ആ യോഗ തീരുമാനങ്ങൾ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്നാ. ഞങ്ങള് ഖുറാഫാത്തിലേക്ക് പോകുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തം. അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ചോദിക്കണ്ടേ? അവരെല്ലാം ഔദ്യോഗികമായി നാട് നീളെ ജനങ്ങളുടെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ട് ടെലിവിഷനിലൂടെയും പത്രകോളങ്ങളുടെയും നിങ്ങളെ സ്വാഗതം ചെയ്തത്. ഞങ്ങളെ സ്വാഗതം ചെയ്തിട്ടില്ല. നിങ്ങളടക്കമുള്ള ആളുകൾ CD ടവറിൽ ഇരിക്കുന്ന കാലത്താ സ്വാഗതം ചെയ്തത്. അങ്ങനെ നിങ്ങളെ സ്വാഗതം ചെയ്ത് എത്ര ടീമുണ്ട്? പേരോടിന്റെ കൂടെ നിൽക്കാനും കാന്തപുരത്തിന്റെ കൂടെ നിൽക്കാനും മുടിക്കച്ചവടം നടത്താനൊക്കെ പറ്റിയ ടീം ആരാ? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മളെ പേരിൽ ഖുറാഫാത്ത് ആരോപിക്കാൻ ശ്രമിക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്നോട് ഇവിടെ ഈ ഭാഗത്തോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയാതെ പോകുന്ന പ്രശ്നമല്ല. നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾ എല്ലാത്തിനും കൂടി ഒറ്റ മറുപടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കില്ല. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു ഇല്ല. പിന്നെ ഉണ്ടെന്ന് കണ്ടുപിടുത്തം എന്താ? വസ്തമാവാത്തു മത്വിയാത്തുൻ ഫീ യമീനിഹി എന്ന ആയത്തിന് ഞങ്ങൾ നിഷേധിച്ചു. ആ ആയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു കുട്ടി പന്തറിയുന്നത് പോലെ പിന്നെ ഭൂമിയെ എറിയും, ആകാശഭൂമിയെ എറിയും എന്ന് തംസീർ നടത്തിയിരിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതിന്റെ വിരോധാഭാസം എന്താ? ആ വിഷയത്തിൽ ശിർക്കെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളാണ് ഇതിവിടെ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം പോലും അബ്ദുൽ മാലിക്കിനില്ല. അതാ വിഷയം. അദ്ദേഹം എഴുതി വെച്ചതല്ലേ? അദ്ദേഹം എഴുതി വെച്ചാണത്. കുട്ടി പന്തറിയുന്നത് പോലെ പന്തറിയും. ഇത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട്, ഭൂമിയും ആകാശമൊക്കെ അള്ളാഹു കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് കുട്ടി പന്തറിയുന്നത് പോലെ എറിയും എന്ന് തംസീർ നടത്തിയിരിക്കുന്ന വ്യക്തിയായി ചോദ്യം ചോദിക്കുന്നത് നമ്മൾ നിഷേധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, നുസൂലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനം ഒന്ന് പൂർണ്ണമായി വായിച്ചു വെക്കുക. അതിലൊരക്ഷരം വായിച്ചാൽ പോരാ, ഒരു വാചകം വായിച്ചാൽ പോരാ, പൂർണ്ണമായി വായിച്ചാൽ എന്താണ് കൃത്യമായ നിലപാട് എന്ന് ബോധ്യപ്പെടും. ഇല്ലാത്ത ആരോപണങ്ങൾ 99 മുതൽ നിങ്ങൾ അന്ന് സ്ഥലത്തില്ലെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാർ തുടങ്ങി വെച്ചു. ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആരോപണങ്ങളിലൂടെ. അതാണ് ഇവിടുത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെൻഫിസ്തമാവ് പോലെയുള്ള വിഷയങ്ങളിൽ
അമാനി മൗലവി വരെ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പരാമർശങ്ങൾ വന്നിട്ടില്ല. അവിടെ വിശദാംശങ്ങളുണ്ട്, തഅ്വീലുകളുണ്ട്, അങ്ങനെയുള്ള പരാമർശങ്ങളുണ്ട്. എന്നിട്ട് അമാനി മൗലവി അതെല്ലാം മരണപ്പെട്ടു പോയി, ശേഷം തിരുത്താൻ നിർവാഹമില്ല. ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന KNM പോലും ഒരു തിരുത്തുന്ന കുറിപ്പ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൊടുത്തിട്ടില്ല. KNM ആണ് ഇപ്പോഴും അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തില്ലാതെ തന്നെ ആ വിഷയം അങ്ങനെ മുന്നോട്ട് പോവാണ്. സംസം വെള്ളത്തെക്കുറിച്ച് ഞാൻ തന്നെ തിരിച്ചു വരികയാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് അത് കുടിച്ചു മതിയായി, സംസം വെള്ളം കുടിച്ചു മതിയായി. AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ ആ വിഷയത്തിൽ വ്യതിയാനം ആരോപിച്ചില്ല. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന KNM-നെതിരെ വ്യതിയാനം ആരോപിച്ചില്ല. ഉമർ മൗലവിയുടെ വിഷയത്തിൽ കുനൂത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ വ്യതിയാനം ആരോപിച്ചില്ല. സുഹൈർ ചുങ്കത്രക്കെതിരെയും ഹുസൈൻ സലഫിക്കെതിരെയും അക്ബറിനെതിരെയും വ്യതിയാനം ആരോപിച്ചില്ല. ഇതൊക്കെ എല്ലാം അവർ ന്യായീകരിക്കാത്തതുകൊണ്ടാണ് വ്യതിയാനം ആരോപിക്കാത്തതെന്ന് പറഞ്ഞാൽ കഴിയില്ല. കാരണം എന്താ, 99-ൽ നിങ്ങൾ വ്യതിയാനം ആരോപിക്കുമ്പോൾ അതിനു മുമ്പായി ന്യായീകരിച്ചിരിക്കുന്ന ഒരാളെപ്പോലും കാണിച്ചു തരാൻ കഴിയില്ല. ഒരാളെപ്പോലും കാണിച്ചു തരാൻ കഴിയില്ല. എന്നിരിക്കെ പുതിയ വിവാദങ്ങളിലേക്ക് വരുന്നത് ഇവിടുത്തെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ചോദ്യം ചോദിക്കുവാൻ പോലും കഴിയാത്തത് കൊണ്ടാണ്. അതാണ് സംഗതി. അവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി ഇപ്പൊ അടുത്ത വന്ന ഖുർആനിൽ ഇല്ലാത്ത വല്ല കാര്യങ്ങളും ഖുർആനിനെ ഉള്ളതായി അല്ലെങ്കിൽ ഖുർആനിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആ പണിയുമില്ല. ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിലേക്ക് ചേർക്കുന്ന പണിയില്ല, ഖുർആനിലുള്ളത് എടുത്തു കളയുന്ന പണിയുമില്ല. അതിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന രോഗം നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. കള്ളക്കേസൊക്കെ ഇപ്പോൾ ഉടനെ കേട്ടോ, കോടതി പോയി ചോദിച്ചാൽ മതി ഇതിലോടത്താൻ. ആ കള്ളക്കേസ് ആദർശ വ്യതിയാനമാണ് അല്ലെങ്കിൽ ആദർശമാണ് എന്ന് പോലും പറയാൻ തങ്ങളുടെ ഇവിടെ ഫതുല്ലക്ക് ഉണ്ടല്ലോ, ഫതുല്ലക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഹക്കിന്റെ കൂടെ എന്നാണ്. ആ ഹക്കിന്റെ അടിത്തറയാണെന്ത്? കോടതിയിൽ പോയി കള്ളക്കേസ് കൊടുത്തത്. നേതാവും കൊടുത്തു, അയ്യായും കൊടുത്തു, AP അബ്ദുൽ ഖാദർ മൗലവി കൊടുത്തു, TK അഷ്റഫും കൊടുത്തു. രണ്ടിനെക്കുറിച്ചും പ്രതികരിക്കുവാൻ പോലും സാധിക്കാതെ, അതാ പറഞ്ഞത്, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമില്ല. ഇങ്ങോട്ട് കൃത്യമായി ഒരു ചോദ്യം ചോദിക്കുവാൻ പോലും സാധിക്കുന്നുമില്ല. പിന്നെ ഇവരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്ന എത്ര ആളുകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ ഇവരെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അല്ലെ, ഒന്നാം സൂചിപ്പിച്ചത് അമ്പലക്കടവിന്റെ പരാമർശങ്ങൾ, അങ്ങോട്ട് മാടി വിളിച്ചുകൊണ്ട് ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന പരാമർശങ്ങൾ അവർക്ക് പ്രതികരിക്കാൻ അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ മൗലവി, മറുപടി ആവണം. എന്റെ ചോദ്യം എന്താ അവിടെ? അള്ളാഹുന്റെ ഖുർആനിൽ പറഞ്ഞ് പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോന്നാ നിങ്ങൾ പറഞ്ഞു. ഇല്ല. എന്നാ കേട്ടോ തെളിവ്? ഞങ്ങളിത് വെറുതെ ചോദിക്കണമെന്നല്ല, എന്നൊക്കെ തെളിവ് കേട്ടോ. എന്റെ സാധാരണക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ സംഗീതം വേണം, മ്യൂസിക്കും വേണം, സിനിമയും വേണം, തോന്നിവാസം വേണം. അതിനൊക്കെ നിങ്ങൾ വേറെ തെളിവുണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആൻ തെളിവുണ്ടാക്കണ്ട. എന്താ നിങ്ങൾ എഴുതി വിട്ടത് കേട്ടോ? വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഓ മൗലവി സാഹിബേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുന്റെ ഖുർആനിൽ കാണിക്കാൻ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി എന്ന ആയത്താണ് നിങ്ങൾക്ക് വിറ്റാകുന്നത്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം എഴുതി വിട്ടിട്ടുണ്ട്. അത് അടുത്ത മറുപടിയിൽ ഈ മൗലവി ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ആയത്ത് ഓതുന്നുണ്ടോ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ഇതൊന്നും വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ മനഹജുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് മനഹജുമ തൊടാൻ പേടി. അതുകൊണ്ട് സംഗീതം ഹലാലാണെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. വിശ്വാസിക്ക് സംഗീതം ഹലാലെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അടുത്ത വിഷയത്തിൽ നിങ്ങൾ ആയത്തോതണം. ഇനി മാത്രവുമില്ല, പിന്നെ ഞങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ ഒരു അമ്പലക്കടവ് ഹമീദ് ഫൈസി. അമ്പലക്കടവ് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്ത് ചേകനൂരികളാണ്. നിങ്ങൾ ചേകനൂരികളുടെ ആശയത്തിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യത്തിന് ആവശ്യമായ തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഓരോ ചോദ്യവും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ മനഹജിന്റെ വിഷയമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഈ വിഷയത്തിന് ഒന്നാമത്തെ തീരുമാനം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ കാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് സ്വീകരിക്കാൻ പാടില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും അശ്ശരിയത്തിന്റെയും പിഴച്ചവാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ചോദ്യം തട്ടാൻ നിൽക്കണ്ട. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മനഹജ് വേണമെന്നാണ് നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും ഖവാരിജിന്റെയും മുഅ്തസിലത്തിന്റെയും അശ്ശരിയത്തിന്റെയും വാദം നിങ്ങൾക്കുണ്ട്. ആ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഈ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ആ വിഷയം.
ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ മനഹജ് വേണമെന്നാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പിന്നെ വസ്സമാവാത്തും മത്തവിയാത്തും തൊട്ടിട്ടില്ല. ആ ആയത്ത് അത് ദുർവ്യാഖ്യാനമാണോ നിഷേധമാണോ എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഇവിടെ നുസൂലിന്റെ വിഷയം തൊട്ടിട്ടില്ല. അത് മുഴുവൻ വായിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, മുഴുവൻ വായിച്ചാൽ ഈ പറഞ്ഞ ഇല്ലാതാവോ? മുഴുവൻ വായിച്ചാൽ അള്ളാഹുവിന് സമയമുണ്ടാകുകയില്ലെന്ന പോഴത്തം ഇല്ലാതെയാകുമോ? അള്ളാഹുവിന് സമയമുണ്ടോ മൗലവി? അള്ളാഹുവിന് സമയത്തിന് അതീതനല്ലേ? ആ വിവരം പോലുമില്ലാതെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരം പോലുമില്ലാതെയാണ് നിങ്ങൾ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്.